കോൺഗ്രസിൽ തർക്കമാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത്. ഞാൻ പറയാണ്, ഒരു തർക്കമില്ല. എല്ലാവർക്കും വണക്കം 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 വണക്കം. എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മണ്ടനാവാം. നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിയുകയാണ്. ചക്ക മുറിച്ച് UDF പ്രവർത്തകരുടെ ആഘോഷം. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഇലക്ഷനിലെ പണ്ടത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പറയാം, 2 വാച്ച് കെട്ടിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ സമയം നോക്കാനും ഒന്ന് എതിരാളികളുടെ സമയം കുറിക്കാനും. കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇലക്ഷന് മുമ്പ്. കുറേ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാം. തമിഴ്നാട്ടിൽ അറിയാലോ, നമ്മുടെ വിജയ അണ്ണൻ തമിഴ്നാട്ടിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് പോയിട്ട് വരാം നമുക്ക്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വിജയ അണ്ണൻ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് പറയായിരുന്നു. നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. என்னுடைய அம்மா அக்கா தங்கைகள் எல்லாருக்குமே என் சைட்லேருந்து ஒரு சின்ன ரிக்வெஸ்ட். இன்னும் ஒரு வாரம் தான் இருக்கு எலெக்ஷனுக்கு. நீங்க எல்லாரும் எனக்காக உங்க வீட்டு வாசல்ல விசில் சின்னத்தை கோலமா போடுங்க. അതെ, നമ്മുടെ അണ്ണൻ പറഞ്ഞു, നമ്മുടെ വീട്ടുവാസലിൽ നമ്മുടെ വീട്ടുപടിക്കൽ എല്ലാവരും വിസിൽ അങ്ങോട്ട് കോലമായിട്ട് അങ്ങോട്ട് പോട്ടുകളാ. എന്നിട്ട് നമ്മുടെ അണ്ണൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റസികർ, നമ്മുടെ വിജയ റസികർ കോലം പോട്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. കോലം പോട്ട് കാണുമായിരിക്കും. എന്തായാലും നമുക്ക് കോലത്തിലേക്ക് ഒന്ന് നടക്കാം. உங்க வீட்டு வாசல்ல விசில் சின்னத்தை கோலமா போடுங்க. விசில் சின்னத்தை വിസിൽ ഇതൊന്നും അറ്റത്തിന് മണി. വിസിലിന്റെ അറ്റത്ത് മണിയുണ്ടോ? അന്ന് തെറ്റുതിരിക്കുക. അങ്ങനെ വിസിലത് കൊള്ളാം ചേച്ചി, നല്ലോണം ചെയ്തിട്ടുണ്ട് ചേച്ചി. ആയിരിക്കും ഇട്ടെ. കൊള്ളാം, രസമുണ്ട് വിസിൽ കാണാൻ. എന്തായാലും കൊള്ളാം, വിസില കുഴപ്പമില്ല. നമുക്ക് അടുത്തൊരു വിസിലിലേക്ക് കടക്കാം. ഏയ് വിസിലാണോ ഇത് വിസില്? എടാ അണ്ണൻ്റെ എടാ അണ്ണൻ നിന്റെ അടുത്ത് വിസിൽ വരയ്ക്കാനാണ്. എന്തുവാണ് ഈ വരച്ചു ചെയ്ത്? என் தம்பி விஜயோட விசில் சின்னத்தை வாசல்ல கோலமா போடுங்கன்னு சொன்னா அவனோட விசில கோலமா போட்டிருக்கான் ஃப்ரெண்ட்ஸ். இவன் எல்லாரும் வச்சுக்கிட்டு எப்படி ஃப்ரெண்ட்ஸ் அரசியல் பண்றது? ഇറങ്ങി കേട്ടോ. നമ്മുടെ വിജയണ്ണൻ വിസില് കോലോട്ട് വരയ്ക്കാൻ അവന്റെ വിസിൽ എന്നെ വരച്ചു വെച്ചത്. എന്തോ പറയാനാ നോക്കണേ. എവരെയൊക്കെ വെച്ചേക്കല് രാഷ്ട്രീയം നടത്തുന്ന ചേച്ചി വയ്ക്കുന്നത്. മറുപടി പറഞ്ഞ വല്ല കാര്യം ഉണ്ടായിരുന്നു. അണ്ണന്റെ വിസിലും വരച്ചു വെച്ച്, അണ്ണന്റെ സിമ്പിളായ വിസിൽ വരച്ചു വെച്ച് നിന്റെ ഒക്കെ വിസിൽ വെച്ച് നോക്കാനാണോ വാങ്ങി? എവിടെ ഇതെന്ത് തുമ്പിക്കയ്യോ? ഇതെന്തോടെ തുമ്പിക്കയ്യാണുള്ളത്? അണ്ണന്റെ തുമ്പിക്കയ്യോ? അയ്യോ, അല്ല അണ്ണന്റെ ചിഹ്നം തുമ്പിക്കയ്യാണോ? അല്ലല്ലേ, ഇത് വിസിലാണോ? ആനയാണോ അത്? ആടെ ഇവിടെ ഇതൊക്കെയുണ്ട്. ആടെ കണ്ണൊക്കെ ഉണ്ടല്ലേ. കൊള്ളാം, ആന വരച്ചു ചെയ്താൽ കൊള്ളാം കേട്ടോ. ആന കൊള്ളാം. ഇവിടെ ഇത് എന്തുവാണ് ഇത്? എടാ അണ്ണം വിസിലാടാ വരയ്ക്കാൻ പറഞ്ഞു. നിന്റെയൊക്കെ വിസിലാണോടാ ഈ വരച്ചു ചെയ്തത്? നമ്മുടെ വിജയണ്ണന്റെ രസികർ, അങ്ങനെ വേണം പറയാം. നമ്മുടെ വിജയണ്ണന്റെ രസികർ കോലം വരച്ചു, അത് വരച്ചു, ഇത് വരച്ചു. ഒരു വെറൈറ്റി ആവണല്ലേ, ഒരു വെറൈറ്റി കിട്ടുന്നതല്ലേ. നമ്മളെ അണ്ണന്റെ രസികൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് അങ്ങ് കോലം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറ്റമാണ്. ഇത് എന്തുവാണ് ഇത്? ഇതൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളെ അണ്ണന്റെ രസികൻ എന്തായാലും വൃത്തിക്കാ വിസിൽ വരച്ചേക്കുന്നത്. തെറ്റിച്ച് വരച്ചില്ല എന്തായാലും. നല്ലോണോ നല്ലതായിട്ടുണ്ടോ? വിസിൽ വരയ്ക്കുന്നതിന് ഒരു കണാവണാതെ വരയ്ക്കുന്നത്. സൈഡിട്ടിട്ട് നമ്മുടെ അണ്ണൻ്റെ ഫാൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിൽ വരയ്ക്കുന്നതിന് ഒരു ട്യൂട്ടോറിയൽ തന്നെ ഇറക്കിയിട്ട്
അതെ, വിസിൽ വരയ്ക്കുന്നതിന് ഒരു ട്യൂട്ടോറിയൽ അങ്ങ് മൊത്തത്തിൽ ഇറക്കി. അതെ, നമ്മളെ അണ്ണൻ്റെ വിസിൽ വരയ്ക്കാൻ വേണ്ടി, അണ്ണൻ്റെ സിമ്പിളായി വിസിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് ട്യൂട്ടോറിയലുണ്ട്. ദയവായിട്ട് ഇനിയെങ്കിലും തെറ്റിച്ച് വരയ്ക്കാതിരിക്കണം. എന്തായാലും നമ്മുടെ അണ്ണൻ്റെ വാഴ്ത്തുക്കൾ. എന്തായാലും ഒരു നല്ലൊരു മുഖ്യമന്ത്രി ആവട്ടെ. എന്തായാലും ആവും. എന്തായാലും മുഖ്യമന്ത്രി ആവാതിരിക്കത്തില്ല. നല്ല നൈസായിട്ടുള്ള ഒരു മനുഷ്യനാണ് മുഖ്യമന്ത്രി. നല്ല എന്താ പറയുക, ഭരണം കാഴ്ചവെക്കട്ടെ. അതേസമയം നമ്മൾ ഇനി കേരളത്തിലേക്ക് കടന്നു വരികയാണ് സുഹൃത്തുക്കളെ. കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? വേണം വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തൂറി എറിയും നിന്നെ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ പ്രത്യേക പൂജ, ദിവസപൂജയും ഗുരുതി പുഷ്പാഞ്ജലിയും ഒറ്റ ശർക്കര നിവേദ്യവുമാണ് നടത്തിയത്. ഈ മയിലിനെ വല്ല പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബന്ധം നമുക്ക് വേണ്ട. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പരുമലപ്പള്ളിയിൽ പ്രത്യേക കുർബാന. യൂത്ത് കോൺഗ്രസ് നേതാവാണ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ വിശുദ്ധ കുർബാന നേർച്ച നേർന്നത്. അവൻ നല്ല പയ്യനാ, ഇടയ്ക്കൊക്കെ ഉള്ളിങ്ങനെ. പട നയിച്ചവൻ മുഖ്യമന്ത്രിയാവട്ടെ എന്ന പ്ലക്കാർഡുമായി കോൺഗ്രസ് പ്രവർത്തകനായ മാടത്തിൽ സ്വദേശി PV രാജീവൻ ശയന പ്രദക്ഷിണം നടത്തി. അതിന് ഇവിടെ കിടന്നല്ലേ ഉരുളേണ്ടത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ്. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ. ഒരെണ്ണം വിട്ട് കേട്ടാ, ഏതോ ആപ്പിളിലെ ചെമ്പോട്ട് കുഴപ്പമില്ല. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഒരു തർക്കം കോൺഗ്രസ് ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഒരു കാരണവശാലും എന്തായാലും നമ്മുടെ ക്ലിപ്സ് ഇവിടെ വരെയുള്ളൂ. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കളയണേ. ഇതുവരെ സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം.